ന്യൂസ് ഡീകോഡിലേക്ക് വിശദമായി. പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെയാകെ പിടിച്ചുകുലുക്കിയ ഇറാൻ യുദ്ധം ഒരു മാസം പിന്നിട്ടു. ഒരു മാസം യുദ്ധം കൊണ്ട് എന്ത് നേടി, ഇനി എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന വിശദീകരണം ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സൂചിപ്പിച്ചു. ഇറാനെ സൈനികമായും രാഷ്ട്രീയമായും ദുർബലപ്പെടുത്താൻ കഴിഞ്ഞുവെന്നത് നേട്ടമായി ട്രംപ് വിലയിരുത്തുകയാണ്. ഇനി ഇറാൻ പഴയതുപോലെ ആർക്കും ഭീഷണിയാകില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ പ്രസംഗത്തിന് തൊട്ടുപിന്നാലെ തന്നെ ഇറാനും ഹിസ്ബുള്ളയും ഇസ്രായേലിന് നേരെ മിസൈൽ വർഷം നടത്തിയത് കാണാതെ പോകരുത്. എന്തായാലും ഇറാനെ എന്തൊക്കെയോ ചെയ്തുവെന്ന നേട്ടത്തിന്റെ കണക്കുകൾ ട്രംപ് നിരത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ യുദ്ധം ഇറാനും ഇസ്രായേലിലും ലോകത്താകെയും ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ചെറിയ ഒരു കണക്കെടുപ്പിലേക്ക് പോകാം നമുക്ക്. യുദ്ധം ബാക്കിയാക്കിയത് എന്തൊക്കെയാണ് യുദ്ധം ബാക്കിയാക്കിയത്? ഒരു മാസം പിന്നിടുകയാണ്. ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി തുടങ്ങിയ സൈനിക നടപടി, സൈനിക ആക്രമണം, വ്യോമാക്രമണമാണ് തുടക്കത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും വ്യോമാക്രമണത്തിന്റെ സ്വഭാവത്തിലാണ് പൂർണ്ണമായ യുദ്ധം നടക്കുന്നത്. കരയാക്രമണത്തിലേക്ക് ഇനി വരും ദിവസങ്ങളിൽ അമേരിക്ക കടക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഖാർഗ് ദ്വീപിലേക്ക് ഒരു കരയാക്രമണത്തിന് അമേരിക്ക ഏത് സമയവും തയ്യാറാകുമെന്ന സൂചനകൾ പുറത്തു വരുന്നു. അതിനുള്ള മുന്നൊരുക്കങ്ങൾ, സന്നാഹങ്ങളെല്ലാം ഒരു വശത്ത് അമേരിക്ക നടത്തിയിട്ടുണ്ട്. അതേസമയം ലെബനനിൽ കരയാക്രമണം ഇസ്രായേൽ തുടരുന്നുമുണ്ട്. എന്തായാലും ഈ വ്യോമാക്രമണത്തിൽ ഇറാനിൽ അതിൻ്റെ പ്രത്യാക്രമണം എന്ന രീതിയിൽ ഇറാൻ വലിയ പ്രത്യാക്രമണം, വ്യോമാക്രമണം ഇസ്രായേലിലേക്ക് നടത്തുന്നുണ്ട്. അപ്പം ഇസ്രായേലിലും ഇറാനിലും ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങൾ കൂടി യുദ്ധത്തിൽ അവർ നേരിട്ട് പങ്കാളികളല്ല എങ്കിൽ കൂടിയും അവിടെയും വലിയ വിനാശം ഈ യുദ്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം ഗൾഫ് രാജ്യങ്ങളിൽ, ലെബനനിൽ, ഇറാഖിലൊക്കെ ഏത് തരത്തിലുള്ള നാശനഷ്ടങ്ങൾ യുദ്ധം വിതച്ചു എന്നൊരു ചിത്രം നമുക്കെടുക്കാം. ആൾനാശത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതുവരെ ഒരു മാസം പിന്നിടുമ്പോൾ ഇറാനിൽ മാത്രമുണ്ടായ മരണം 3519. പരിക്കേറ്റവരുടെ കണക്ക് 24,800. ഇനി ഇറാനിലെ മൊത്തം മരണത്തിൽ കുട്ടികളുടെ എണ്ണം 216. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്, ആയത്തുള്ള അലി ഖാംനിയെ വധിക്കുന്നതിന് മുമ്പേ തന്നെ ഇറാനിലെ ഇസ്ഫഹാനിലുള്ള ഒരു പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് മുകളിലേക്കാണ് ആദ്യത്തെ വ്യോമാക്രമണം നടന്നത്. അവിടെ മാത്രം 168 പെൺകുട്ടികൾ മരിച്ചു. നമ്മൾ യുദ്ധത്തിൻ്റെ ഏറ്റവും ദുഃഖകരമായ അടയാളമായി ഇപ്പോഴും കാണുന്നത് ആ കുഞ്ഞു കബറുകളാണ്. 160ഓളം വരുന്ന കുഞ്ഞു കബറുകൾ. ഇപ്പോൾ മൊത്തം 216 കുട്ടികളാണ് യുദ്ധത്തിൽ ഇതുവരെ ഇറാനിൽ മരിച്ചത്. പരിക്കേറ്റ കുട്ടികളുടെ എണ്ണം 1767. ശരി, ഇനി മറ്റു കണക്കുകളിലേക്ക് പോകുമ്പോൾ ആൾനാശം ഇസ്രായേലിൽ, ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിൽ ഇതുവരെ മരിച്ചത് 28 പേരാണ്. പരിക്കേറ്റവരുടെ എണ്ണം 6239. ഒരേ സമയം ഇറാനിൽ ആക്രമണം നടക്കുമ്പോൾ ആ തോതിലല്ല എങ്കിൽ കൂടിയും വലിയ പ്രത്യാക്രമണം ഇറാനും നടത്തുന്നുണ്ട്. അതിനാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു നാശനഷ്ടം, ആൾനാശം ഇസ്രായേലിലുണ്ടായത്. അടുത്ത കണക്ക് ആൾനാശം ലെബനനിൽ ഒരേ സമയം കരയാക്രമണവും വ്യോമാക്രമണവും ഇസ്രായേൽ നടത്തുന്നുണ്ട്. ഇതുവരെ ലെബനനിൽ മരണപ്പെട്ടവരുടെ എണ്ണം 1318. പരിക്കേറ്റവരുടെ എണ്ണം 3935. ആൾനാശം US-ന് സംഭവിച്ചത്. US-ലേക്ക് നേരിട്ട് ആക്രമണം നടത്താൻ എന്തായാലും ഇറാന് കഴിയില്ല. അത്രയും ദീർഘദൂര മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ നിലവിൽ ഇറാന്റെ പക്കലില്ല. അതുകൊണ്ടാണ് അവർ ഗൾഫിലെ US ബേസുകൾ, അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ US ബേസുകൾ ലക്ഷ്യമാക്കി അറ്റാക്ക് നടത്തുന്നത്. അതുകൊണ്ടാണ് പിന്നീട് ഇസ്രായേലിലേക്കും അവർ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് പക്ഷേ അപ്പോഴും ഈ യുദ്ധത്തിൽ US കരസേനയല്ല, വ്യോമസേനയും നാവികസേനയും ഒക്കെ യുദ്ധത്തിൽ നിലവിൽ എൻഗേജ്ഡ് ആണ്, ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കും വലിയ ആൾനാശം, ഗുരുതരമായ ആൾനാശം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. മരിച്ച സൈനികരുടെ എണ്ണം, US സൈനികരുടെ എണ്ണം 15 ഇതുവരെ. പരിക്ക് 348. ഇനി ആൾനാശം മറ്റു രാജ്യങ്ങളിൽ 130 മരണം. പരിക്ക് വ്യക്തമല്ല. എന്ന് വെച്ചാൽ ഇറാഖ്, ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ UAE ഉൾപ്പെടെ, UAE, ഖത്തർ, സൗദി അറേബ്യ, ഒമാൻ തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ഇതിനകം ഇറാൻ വലിയ ആക്രമണം നടത്തി. ഇറാഖിലേക്ക് കാര്യമായ ആക്രമണം ഇസ്രായേലും അമേരിക്കയും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലെബനനും ഇറാനും ഇസ്രായേലും അല്ലാത്ത ഇടങ്ങളിൽ, മറ്റു രാജ്യങ്ങളിലെ മരണത്തിൻ്റെ കണക്കാണ് 130. പരിക്കിൻ്റെ എണ്ണം വ്യക്തമല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ എടുക്കുന്ന കണക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, യൂണിസെഫ് തുടങ്ങി UN-ന്റെ അംഗീകൃത സംഘടനകൾ തന്ന കണക്കുകൾ അനുസരിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇനി കെട്ടിടങ്ങളുടെ തകർച്ച ഇറാനിൽ നോക്കൂ, കുറെ കൂടി അത് അടുപ്പിച്ചാൽ അതിൻ്റെ കൃത്യമായ കണക്ക് കിട്ടും. 40,000 കെട്ടിടങ്ങളാണ് ഈ ഒരു മാസത്തെ ആക്രമണത്തിൽ ഇറാനിൽ തകർന്നു പോയത്. അത് ഇസ്രായേലിലേക്ക് വരുമ്പോഴും ചെറുതല്ല. 31,000 കെട്ടിടങ്ങൾ. അത്
സാധാരണക്കാർ താമസിക്കുന്ന അവരുടെ വീടുകളാവട്ടെ, വലിയ അപ്പാർട്ട്മെന്റുകളാവട്ടെ, കടകളാവട്ടെ, ആ നിലക്ക് മുഴുവൻ കെട്ടിടങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ 40,000 കെട്ടിടങ്ങൾ ഇറാനിൽ തകർന്നിട്ടുണ്ട്. ഇസ്രായേലിൽ അത് 31,000. തകർക്കപ്പെട്ട ആരോഗ്യ കേന്ദ്രങ്ങളുടെ കണക്കെടുത്താൽ, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ ചെറുതും വലുതുമായ ആശുപത്രികളുടെ കണക്കാണത് യൂണിസെഫും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും പുറത്തുവിടുന്നത്. ഇറാനിൽ 18 ആരോഗ്യ കേന്ദ്രങ്ങൾ, വലിയ ആശുപത്രികളടക്കം തകർന്നു എന്നാണ് കണക്ക്. ലെബനനിലാണ് ഏറ്റവും കൂടുതൽ ആശുപത്രികൾ അല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ തകർന്നത്, അത് 25ആണ്. ഇസ്രായേലിൽ ഇതുവരെ ഒറ്റ ആശുപത്രിയും തകർന്നിട്ടില്ല എന്നാണ് WHO പറയുന്നത്. ഇനി എണ്ണ വിലക്കയറ്റം, ഇതിപ്പോൾ ആൾനാശത്തിൻ്റെ കണക്കാണ് നമ്മൾ കണ്ടത്. ഇനി അത് ആൾനാശം കാര്യമായും ഇറാനിലും ഇസ്രായേലിലും ഗൾഫ് രാജ്യങ്ങളിലും ലെബനിലെയും കണക്കാണ്. ഇതിനപ്പുറത്തേക്ക് ഈ യുദ്ധമുണ്ടാക്കിയ വലിയ ഇമ്പാക്റ്റ്, വലിയ പ്രത്യാഘാതങ്ങൾ, അത് ആഗോളതലത്തിൽ, പശ്ചിമേഷ്യയിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ഉണ്ടാക്കിയ വലിയ പ്രത്യാഘാതങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രത്യാഘാതം എണ്ണ വിലക്കയറ്റമാണ്. ബാരലിന് ഈ യുദ്ധം തുടങ്ങുന്ന ഘട്ടത്തിൽ $70 ആയിരുന്നു ബാരലിന്, അത് $114 വരെ എത്തി എന്നുള്ളതായിരുന്നു ചിത്രം. ഇനി തടസ്സപ്പെട്ട ചരക്കു നീക്കം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. വെച്ചാൽ ലോകത്തേക്കുള്ള എണ്ണ വിതരണത്തിൻ്റെ 20% നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ആ കടലിടുക്ക് പകുതി ഇറാൻ്റെ നിയന്ത്രണത്തിലാണ്, പകുതി ഒമാൻ്റെ നിയന്ത്രണം. വെച്ചാൽ ഈ കടലിടുക്കിൻ്റെ ഒരു കര ഇറാനും മറുകര ഒമാനുമാണ്. അപ്പോൾ ഈ റൈറ്റ് നൗ അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഇറാൻ്റെ കയ്യിലാണ്. ആ ഹോർമുസ് കടലെടുക്ക് മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വലിയ സൈനിക നടപടിയിലേക്കൊക്കെ ട്രംപ് കടക്കുന്നു. ഇപ്പോൾ കടക്കുന്നില്ല, കടന്നേക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഹോർമുസ് കടലെടുക്ക് വഴി ഏതൊക്കെ കപ്പൽ കടലെടുക്ക് കടക്കണമെന്ന് ഇപ്പോൾ തീരുമാനിക്കുന്നത് ഇറാനാണ്. അതുകൊണ്ട് കാര്യമായ ചരക്ക് നീക്കം ഈ ഘട്ടത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് എത്ര വലിയ തടസ്സം ചരക്ക് നീക്കത്തിനുണ്ടായി എന്ന് ചോദിച്ചാൽ 20% ഇന്ധന നീക്കം, ലോകത്താകമാനം, ലോകത്തേക്ക് അങ്ങോളം ഇങ്ങോളമുള്ള ചരക്ക് നീക്കത്തിൻ്റെ 20% റൈറ്റ് നൗ തടസ്സപ്പെട്ടു. LPG 25% തടസ്സപ്പെട്ടു. അത് കാര്യമായി ബാധിച്ചത് ഏഷ്യൻ രാജ്യങ്ങളെയാണ്, പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെയെല്ലാം ബാധിച്ചു. ഇനി വിലവർധന, ഇറാനിലാണ് ഏറ്റവും വലിയ വിലവർധന ഇതുകൊണ്ടുണ്ടായത്. 219% വരെയുള്ള വിലവർധന അവിടെ. ഭക്ഷ്യവസ്തുക്കളാവട്ടെ, എണ്ണയാവട്ടെ, മറ്റു വസ്തുക്കളാവട്ടെ, അവശ്യ വസ്തുക്കൾക്കെല്ലാം 219% വരെയുള്ള വിലവർധന ഇറാനിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കെടുതി, വലിയ പ്രയാസം അവിടെ ഇറാനിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് യുദ്ധം കൊണ്ട്. ഇനി ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നാൽ ഭക്ഷ്യവസ്തുക്കൾക്ക് 20 മുതൽ 30% വരെയുള്ള വിലവർധന ഖത്തറിലും സൗദിയിലും UAE ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവശ്യ വസ്തുക്കൾ എന്ന് വെച്ചാൽ പച്ചക്കറിയും അരിയും പഴവും ഉൾപ്പെടെയുള്ളവർക്കെല്ലാം ഇരട്ടിയിലധികം വിലവർധന ഇതിന് ഉണ്ടായിട്ടുണ്ട്. പ്രവാസികളടക്കം അവിടുത്തെ പൗരന്മാരടക്കം വലിയ പ്രയാസം ഇക്കാര്യത്തിൽ ഈ കാരണത്താൽ അനുഭവിക്കുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കൊക്കെ 10% മുതൽ 12% വരെയുള്ള വിലവർധന ഉണ്ടായിട്ടുണ്ട് ഈ യുദ്ധ സാഹചര്യത്തിൽ. ഇനി എണ്ണ വില വർധന ഏഷ്യൻ രാജ്യങ്ങളിൽ ഏത് രാജ്യങ്ങളെയാണ് കാര്യമായി ബാധിച്ചതെന്ന് ചോദിച്ചാൽ അത് കംബോഡിയയാണ്. കംബോഡിയയിൽ 68% വില വർദ്ധിച്ചിട്ടുണ്ട് എണ്ണയ്ക്ക്. വിയറ്റ്നാമിൽ നോക്കൂ 50% വില വർധന. ഇനി മറ്റു ചില ഏഷ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ വർക്കിംഗ് ഡേയ്സ് കുറച്ചു. എന്നുവെച്ചാൽ നിലവിൽ ഇന്ത്യയിലടക്കം വർക്കിംഗ് ഡേയ്സ് 5ഉം 6ഉം ഒക്കെ വർക്കിംഗ് ഡേയ്സ് ഉണ്ടല്ലോ, അത് വളരെ കുറച്ചു. എന്ന് വെച്ചാൽ അത് ഈ ഇന്ധന ലഭ്യത കുറഞ്ഞതുകൊണ്ട്, ഗ്യാസ് LPGയുടെ ലഭ്യത കുറവ് കൊണ്ടൊക്കെ, ഈ വർക്കിംഗ് ഡേ കുറച്ചുകൊണ്ടൊക്കെയാണ് പല ഏഷ്യൻ രാജ്യങ്ങളും പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ വിയറ്റ്നാം പോലെ, കംബോഡിയ പോലെ താരതമ്യേന ദരിദ്ര രാജ്യങ്ങളിൽ കാര്യമായ വിലവർധനയുണ്ട്. വെച്ചാൽ 68%-ലധികമൊക്കെ ഇന്ധന വില വർധന പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ എങ്ങനെ ജീവിക്കുമെന്ന് ഒരു നോർമലി ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ വലിയ തരത്തിലുള്ള കെടുതികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളാണ് നിലവിൽ ഈ യുദ്ധം കൊണ്ട് പശ്ചിമേഷ്യയിലെ ജനങ്ങൾ മാത്രമല്ല, ഇറാനിലെയും ഇസ്രായേലിലെ ജനങ്ങൾ മാത്രമല്ല, ലോകത്താകമാനം പ്രത്യേകിച്ച് ഏഷ്യയിലടക്കമുള്ള എല്ലാ ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണത്തിലും യുദ്ധം അവസാനിപ്പിക്കുന്ന മട്ടില്ല, അത് തുടരും. അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഇതിന് കരയുദ്ധത്തിലേക്കൊക്കെ പോയാൽ ഇതിലും വലിയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരിക എന്ന ആശങ്ക നിറഞ്ഞ ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഇടവേളകൾ.